കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. അറ്റൻഡൻസ് പൂർത്തിയാക്കി രജിസ്റ്റർ അടച്ചതിന് ശേഷം ഒരിക്കൽ കൂടി ഏതന്റെ കണ്ണുകൾ വാതിലിലേക്ക് പോയി. അവന്റെ നോട്ടം പോകുന്നിടത്തേക്ക് കുട്ടികളുടെ അത്രയും കണ്ണുകൾ നീങ്ങിയതും അവൻ പെട്ടെന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന പോലെ ടേബിളിന് മുന്നിലേക്ക് വന്നു നിന്നു. വലതുഭാഗത്ത് ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന രണ്ടുപേരിലേക്കും ഇടതുഭാഗത്ത് രണ്ടാമത്തെ ബെഞ്ചിന്റെ ആദ്യത്തിൽ ഇരിക്കുന്നവളിലേക്കും കണ്ണു പോകാതെ തന്നെ അവൻ കയ്യിൽ കരുതിയ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു. സർ, സാർ പഠിപ്പിക്കാൻ പോവുകയാണോ? ആസിയുടെയും നൗഫിയുടെയും തൊട്ടപ്പുറത്തിരുന്ന പ്രവീണിന്റെ ചോദ്യത്തിൽ ഏതൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും മിഴികൾ ഉയർത്തി അവനെ നോക്കി. എന്റെ ജോലി നിങ്ങളെ പഠിപ്പിക്കുക എന്നതാണ്, അല്ലെന്ന് പ്രവീണിന് എപ്പോഴെങ്കിലും തോന്നിയോ? അല്പം പോലും തമാശ കലർത്താതെ വല്ലാത്ത ഗൗരവത്തിൽ ചോദിക്കുന്ന അവന്റെ ആ ചോദ്യത്തിൽ ആകാംക്ഷയും അത്ഭുതവും നിറഞ്ഞ മുഖത്തോടെ ചോദിച്ച പ്രവീണിന്റെ മുഖം തൽക്ഷണം അങ്ങ് വാടിപ്പോയി. പ്രവീൺ, സ്റ്റാൻഡപ്പ്. ഏതന്റെ ശബ്ദം കംപ്ലീറ്റ് മാറിയിരുന്നു. സോറി സർ, ഞാനൊരു തമാശയ്ക്ക്. പ്രവീണിന്റെ ശബ്ദം അത്രയും താഴ്ന്നുപോയി. പ്രവീണിന് തമാശ കളിക്കാനും കല്ല് കളിക്കാനും ഒന്നുമല്ല. സമപ്രായക്കനായ കൂട്ടുകാരനല്ല ഞാൻ. ഐ ആം യുവർ ട്യൂട്ടർ, മൈൻഡ് ഇറ്റ്. കയ്യിലിരുന്ന പുസ്തകം ടേബിളിലേക്ക് ഇട്ട് ഏതൻ ഒച്ച ഉയർത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ക്ലാസ്സിലെ സകല കുട്ടികളും ഭയന്നുപോയി. സോറി സർ, ഇനി ഞാൻ ആവർത്തിക്കില്ല. പ്രവീണിന്റെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു. സിറ്റ് ഡൗൺ. അവന്റെ മുഖം മാറിയതും ശബ്ദത്തിലെ മാറ്റവും എല്ലാം കൂടി കണ്ടതും ഏതൻ അവനോട് ഇരിക്കാൻ പറഞ്ഞു. സാധാരണ ശനിയും ഞായറും കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ അവധി കഴിഞ്ഞിട്ട് വരുമ്പോൾ പോലും പോയ 2 ദിവസങ്ങൾ എങ്ങനെയുണ്ടെന്ന് തിരക്കുന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനോടാണ് ഓണാവധിക്ക് ശേഷമുള്ള വിശേഷങ്ങൾ പ്രവീൺ തിരക്കിയത്. പക്ഷേ ക്ലാസ് ആകെ ഒട്ടൊരു നിമിഷത്തേക്ക് നിശബ്ദമായി തുടങ്ങി. എന്തൊക്കെയോ ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിലും മനസ്സ് നേരെ നിൽക്കാത്തവൻ ക്ലാസ് ഇൻചാർജ് ആയ സാറയുടെ കയ്യിൽ നോട്ട് കൊടുത്തുകൊണ്ട് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. സാധാരണ ക്ലാസ്സിൽ നിന്നും സാർ ഇറങ്ങിപ്പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന കുശുകുശുപ്പോ ബഹളമോ ഒന്നുമില്ലാതെ ഏതോ മരിച്ച വീട് പോലെ അന്ന് ആ ക്ലാസ് റൂം വൈകുന്നേരം വരെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അന്ന് മഞ്ജു ആസിയയും നൗഫിയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം വൈകുന്നേരമെങ്കിലും അശോകൻ മാമന്റെ ഫോണിൽ നിന്ന് ഒരു കോൾ പ്രതീക്ഷിച്ചിരുന്നിടത്തേക്ക് അന്നോ പിറ്റേന്നോ തുടങ്ങി ഇന്ന് ഈ നിമിഷം വരെ ഒരു ഫോൺ കോൾ പോലും തേടി വരാതിരുന്നത് രമ്യയെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചതും ദേഷ്യത്തിലാക്കിയതും. മഞ്ജുമ പറഞ്ഞ് എന്തായാലും അവൾ കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും ആസിയയും നൗഫിയും അവളും അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് എന്നൊരു ചിന്ത പോലും അവളുടെ മനസ്സിലൂടെ ആ നിമിഷം വന്നുപോയി. അങ്ങനെ മഞ്ജുവിനോടും ആമ്പലിനോടുമുള്ള ദേഷ്യത്തിലാണ് എന്നും ആമ്പലിനെ വീട്ടിൽ ചെന്ന് വിളിക്കാറുള്ള രമ്യ പോലും അന്ന് അങ്ങോട്ട് പോകാതിരുന്നത്. അവൾക്കൊപ്പം തന്നെ ആസിയയും നൗഫിയും ചേർന്നു. അപ്പോഴും രാവിലെ ക്ലാസ്സിലെത്തുമ്പോൾ അവളെ കാണാമെന്നുള്ള പ്രതീക്ഷയായിരുന്നു അവർ 3 പേർക്കും. അങ്ങനെ കാണുമ്പോൾ ചോദിക്കാൻ തയ്യാറാക്കി വെച്ച ഒരു കൂട്ടം ചോദ്യങ്ങളെ നിഷ്ഫലമാക്കിക്കൊണ്ടായിരുന്നു അന്ന് ആമ്പൽ ക്ലാസ്സിൽ വരാതിരുന്നത്. ഓരോ പീരീഡ് കഴിയുന്തോറും ആസിക്കും നൗഫിക്കും രമ്യയ്ക്കും എങ്ങനെയെങ്കിലും വൈകുന്നേരം ആയാൽ മതിയെന്നായി. ലാസ്റ്റ് ബെല്ലടിച്ചതും അത് കാത്തിരുന്ന പോലെ 3ഉം ഇറങ്ങിയോടി. സ്റ്റാഫ് റൂമിലേക്ക് നടന്നിരുന്ന ഏതനെ കണ്ടിരുന്നു 3ന്റെയും ആ ഓട്ടം. എങ്ങോട്ടേക്കാവും ആ പോക്ക് എന്നറിയാവുന്നത് കൊണ്ട് അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ അവിടെ ചെന്നപ്പോൾ ആമ്പൽ ഇല്ലായിരുന്നു എന്നാണോ? ടീച്ചറിന്റെ ചോദ്യം കേട്ടുകൊണ്ടാണ് ഏതൻ വീടിനകത്തേക്ക് കയറുന്നത്. ഇല്ലായിരുന്നു ടീച്ചറെ, വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. താഴ്ന്നു വന്ന ശബ്ദം കൊണ്ട് നൗഫി തല കുനിച്ചു. വീടെല്ലാം പൂട്ടിയിട്ട് ഇവിടുത്തെ എവിടെ പോയതാ? നെറ്റി ചുളിച്ചുകൊണ്ടുള്ള മാഷിന്റെ ചോദ്യത്തിന് അതേ ചോദ്യം മനസ്സിലുള്ള ഏതനും അവർക്കരികിലേക്ക് ചെന്നിരുന്നു. അറിയില്ല മാഷേ. രമ്യയുടെ ശബ്ദം അപ്പോഴേക്കും വിറകൊണ്ടിരുന്നു. മതി, ആവശ്യമില്ലാത്ത വഴക്കും വാശിയുമൊക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം. അശോകനെ വിളിച്ച് കാര്യം ചോദിക്കാം. പിള്ളേരെ 3നെയും നോക്കി മാഷ് എഴുന്നേറ്റു. അവളെ രാവിലെ കാണാതിരുന്നപ്പോഴേ ഞങ്ങൾ 3 പേരുടെയും എല്ലാ വാശിയും തീർന്നിരുന്നു മാഷേ. പിന്നെ ഇപ്പോൾ വീട്ടിലും കൂടി കാണാതായപ്പോൾ നൗഫിയുടെ ഫോണിൽ നിന്നും മാമനെ കുറെ വിളിച്ചു. അത് ഓഫാണ് അച്ഛാ. ചെവിയിൽ നിന്നും ഫോൺ എടുത്ത് ഏതനാണ് മറുപടി പറഞ്ഞത്. ഓഫോ? അശോകന്റെ ഫോൺ അങ്ങനെ ഓഫാകാറില്ലല്ലോ. മാഷ് ആത്മകഥം പോലെ പറഞ്ഞതും മുന്നിൽ നിൽക്കുന്ന 3 എണ്ണവും കരയുന്ന അവസ്ഥയിലായി. നിങ്ങൾ 3 പേരും ഇത് എന്താലോചിച്ച് നിൽക്കുക? ഇത്രയും ദിവസം അവധിയല്ലായിരുന്നോ? അവര് കുടുംബത്തോടെ വല്ല കല്യാണത്തിനോ ബന്ധുവീട്ടിലോ പോയതായിരിക്കും. സ്കൂൾ തുറന്നെന്നറിയാമല്ലോ. അപ്പൊ അവരിങ്ങി വന്നോളും. നിങ്ങൾ പോയി ക്ലാസ്സിലിരിക്കാൻ നോക്ക്.
അമ്മ ബാക്കി കുട്ടികളൊക്കെ വന്ന് ക്ലാസ്സിൽ ഇരിപ്പുണ്ടാവും. അമ്മ ഇവരുടെ കഥയും കേട്ട് നിൽക്കാതെ ഇവരെയും കൂട്ടി ക്ലാസ്സിലേക്ക് പോ. ടൂർ പോയവരൊക്കെ തിരിച്ചു വരുമ്പോൾ ക്ലാസ്സിൽ വന്നോളും. ഏതൻ എല്ലാവരെയും നോക്കി ദേഷ്യപ്പെട്ടു പറഞ്ഞതും രാവിലെ മുതൽ അവന്റെ ദേഷ്യം കാണുന്ന കുട്ടികൾ മറ്റൊന്നും പറയാതെ പെട്ടെന്ന് ക്ലാസ് മുറിയിലേക്ക് പോയി. അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് ടീച്ചറും, യദു, എനിക്കൊന്ന് കിടക്കണം അച്ഛാ. കൂടുതൽ എന്തെങ്കിലും പറയാതെ അവനും അകത്തേക്ക് കയറിപ്പോയി. സാധാരണ 4:30 മുതൽ 6:15 വരെ എടുക്കുന്ന ക്ലാസ് ടീച്ചർ ഏതാണ്ട് 5:45 ആയപ്പോഴേക്കും നിർത്തിയിരുന്നു. പിന്നെയും ഒരു ഇത്തിരി നേരം കൂടി ഇരുന്ന് ക്ലാസ്സിലെ മറ്റു കുട്ടികളും ഒക്കെ പോയപ്പോഴാണ് മൂവർ സംഘം പോവാനായി ഇറങ്ങുന്നത്. ആസിയും നൗഫിയും സൈക്കിൾ എടുത്തുകൊണ്ട് ടീച്ചറിനോട് കാര്യം പറഞ്ഞു നിൽക്കുന്ന രമ്യയുടെ അടുത്തേക്ക് ചെന്നതും കൈലാസം തറവാടിന്റെ ഗേറ്റിലേക്ക് ഒരു ഓട്ടോ വന്ന് നിന്നിരുന്നു. എല്ലാവരുടെയും നോട്ടം ഒരുപോലെ വാതിലിലേക്ക് ചെന്നു. ഈ നേരം അതും ഓട്ടോയിൽ. പുറത്ത് കുട്ടികൾക്കൊപ്പം നിന്ന ടീച്ചറിന്റെ അടുക്കിലേക്ക് മാഷും ഇറങ്ങിച്ചെന്നു. ഓട്ടോയിൽ നിന്നും ഇറങ്ങുന്നത് ആരാണെന്നറിയാനുള്ള കൗതുകത്തിൽ നോക്കിയവരുടെ എല്ലാം നോട്ടത്തെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യം അതിൽ നിന്നിറങ്ങിയത് അശോകൻ മാമനായിരുന്നു. അത് കണ്ടതും 3 കുഞ്ഞു ഹൃദയങ്ങൾ തുടികൊട്ടി. താളം മാറി മിടിക്കുന്ന ഹൃദയത്തിന്റെ ആക്കം കൂട്ടാൻ എന്ന പോലെ പിന്നാലെ ഇറങ്ങിയത് ആമ്പലുമായിരുന്നു. ആകെ കൂനിപ്പിടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആമ്പലിനെ കണ്ടതും 3 പേരും ഞെട്ടിപ്പോയി. ഓട്ടോക്കാരോട് എന്തോ പറഞ്ഞു നിർത്തിയിട്ട് ആമ്പലിനെ കൂട്ടി വരുന്ന അശോകനെ കണ്ടതും മൂവരും മറ്റെല്ലാം മറന്ന് അവൾക്കടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അവളെ വരിഞ്ഞു മുറുക്കി കരയുന്ന രമ്യയും അവരെ രണ്ടുപേരും ഒരുമിച്ച് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ആസിയും നൗഫിയുമെല്ലാം അവിടെ നിന്നവരുടെ കണ്ണു നനയിച്ചു. രമു, അത്രയും തണുത്ത് കേൾക്കാൻ പാടില്ലാത്ത അത്രയും താഴെയുള്ള ശബ്ദം കേട്ടതും രമ്യയുടെ ഹൃദയം വല്ലാതെ നൊന്തു. എന്താടി നിനക്ക്? നീ എന്താ ഇങ്ങനെ? എണ്ണ തേച്ച് എപ്പോഴും ഒതുങ്ങിക്കിടക്കുന്ന മുടിയിഴകൾ ഇന്ന് ആകെ പറന്നു പിടിച്ച് അലങ്കോലമായി കിടക്കുന്നു. മുഖം ആകെ കരുവാളിച്ചിട്ടുമുണ്ട്. കണ്ണുകൾ രണ്ടും ഏതോ ഗുഹയിൽ എന്ന പോലെ താഴ്ന്നിരിക്കുന്നു. അതിനു ചുറ്റുമാണെങ്കിൽ കറുപ്പിന്റെ വലിയ വലയവും. അവളുടെ നിൽപ്പും ഭാവവും കണ്ടാൽ തന്നെ അറിയാം ആഹാരം പോലും നേരെ ചൊവ്വെ കഴിച്ചിട്ട് ദിവസങ്ങളായിന്ന്. ആകെ മൊത്തം അവളെ കണ്ടാൽ ദിവസങ്ങളായി പട്ടിണി കിടന്നിറങ്ങി വരുന്ന പോലെയുണ്ട്. നൗഫിയും ആസിയും അതുപോലെ നോക്കിക്കാണുകയായിരുന്നു തന്റെ പ്രിയ കൂട്ടുകാരിയെ. എന്താ മോളെ പറ്റിയേ? അവളുടെ കവിളിലേക്ക് കൈവച്ചുകൊണ്ട് ആസി ചോദിക്കുമ്പോൾ അവനിൽ മുന്നിൽ നിന്നത് കൂട്ടുകാരിക്കും പെങ്ങൾക്കും അപ്പുറം ഹൃദയം കൊടുത്ത് സ്നേഹിച്ച മകളോടുള്ള വാത്സല്യമായിരുന്നു. നീ എന്താടി വല്ല ബ്യൂട്ടി കോമ്പറ്റീഷനും പങ്കെടുക്കാൻ പോവാണോ ഇങ്ങനെ പേക്കോലമായിട്ട്? വഴക്ക് പറയും പോലെ അവളുടെ തോളിൽ തട്ടി നൗഫി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ആമ്പലുവേ, എന്തേലും ഒന്ന് പറയടി. അവളുടെ മുഖം കയ്യിലെടുത്ത് രമ്യ കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചതും ആ വേദനയുടെ ഒരു നേർത്ത നാദമാണ് ആമ്പലിൽ നിന്നും കേട്ടത്. മോളെ എന്തു പറ്റി? അവളിൽ നിന്നും അല്പം മാറി കൂട്ടിപ്പിടിച്ചിരുന്ന കൈയിലേക്ക് നോക്കിയതും അവിടെ ക്യാനഡ ഇട്ടിരിക്കുന്ന കണ്ടു. ആമ്പലു, അതെന്താടി? അവളുടെ കയ്യിൽ പിടിച്ചു വെച്ച് രമ്യയുടെ കണ്ണു നിറഞ്ഞതും അതുവരെ കൂട്ടുകാരുടെ സ്നേഹപ്രകടനങ്ങൾ കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്ന് ടീച്ചറും മാഷും ഓടി വന്ന് ആമ്പലിനെ ചേർത്ത് പിടിച്ച് അശോകനെയാണ് നോക്കിയത്. എന്താ അശോക ഇത്? എന്താ മോൾക്ക് പറ്റിയേ? പനിയായിരുന്നു ടീച്ചറെ. ഒട്ടും വയ്യാത്തതുകൊണ്ട് 2 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. കുറച്ചു മുന്നെയാണ് ഡിസ്ചാർജ് ആയത്. വീട്ടിലേക്ക് പോകും മുന്നേ ഇവരെ കാണണമെന്ന് വാശി പിടിച്ചുകൊണ്ട് ഇത്രടം വരെ ഞാൻ കൊണ്ടുവന്നതാ. ഫോണിൽ വിളിച്ച് കൊടുക്കാമെന്ന് വെച്ചാ അതെന്റെ കയ്യിൽ നിന്ന് വീണ് ഡിസ്പ്ലേ ആകെ പോയി. ഇതിപ്പോ മോൾക്ക് നല്ല ക്ഷീണമുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി 2 ദിവസം കൂടി റെസ്റ്റ് എടുപ്പിക്കണമെന്ന് പറഞ്ഞാ അവര് വിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതാണ് വീട്ടിൽ ചെന്നിട്ട് ഇവരെ അങ്ങോട്ട് വരുത്തിക്കാമെന്ന്. പക്ഷെ വയ്യാത്തത് കൊണ്ടാണോ എന്തോ ഇന്ന് ഒരേ വാശി. ഇനിയിപ്പോ കൊണ്ടുവരാതിരുന്നാൽ പിന്നെയും കരയാൻ തുടങ്ങും. എന്തിനാ വെറുതെ വയ്യാഴിയെ കൂട്ടുന്നേന്ന് വെച്ചു. മോക്ക് വയ്യായിരുന്നെന്നോ? അറിഞ്ഞില്ലല്ലോ. എങ്ങനെ അറിയും മാഷേ? അവളുടെ കൂട്ടുകാരെല്ലാം അവളോട് പിണങ്ങി തിരക്കാതെ നടക്കുകയായിരുന്നില്ല. അശോകൻ മാമൻ മൂവരെ നോക്കി പറഞ്ഞതും അവരുടെ കണ്ണുകൾ ഒരുപോലെ താന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇവിടെ നിന്നുള്ള സംസാരം മതി, വാ അകത്തേക്ക് പോകാം. മാഷ് പറഞ്ഞതും അശോകൻ പെട്ടെന്ന് തടഞ്ഞു. വേണ്ട മാഷേ, ഓട്ടോ കിടക്കുന്നു. ആ ഓട്ടോ തൽക്കാലം പറഞ്ഞു വിട്ടേര് അശോക. നിങ്ങളെ ഞാൻ വീട്ടിലേക്ക് ആക്കിക്കോളാം. അത് മാഷേ. ടീച്ചറെ, മോളെയും കൂട്ടി അകത്തേക്ക് പോ. ഞാൻ ആ ഓട്ടോ പറഞ്ഞു വിട്ടിട്ട് വരാം. അശോകൻ പറയുന്നത് കേൾക്കാതെ മാഷ് ഓട്ടോ പറഞ്ഞു വിടാൻ പോയതും ടീച്ചർ എല്ലാവരെയും കൂട്ടി അകത്തേക്ക് നടന്നിരുന്നു.
മാഷിനൊപ്പം തന്നെ അകത്തേക്ക് കയറി ചെന്ന അശോകൻ കാണുന്നത് ആമ്പലിനെ പൊതിഞ്ഞിരിക്കുന്ന 3 പേരെയാണ്. 4ഉം കരയുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. 2 പേരും ടീച്ചറിനെ നോക്കി. ഞാൻ എന്ത് ചെയ്യാനാ? കേറിയിരുന്നപ്പോൾ മുതൽ 4ഉം കൂടി കരയാൻ തുടങ്ങിയതാ. എന്തൊക്കെ പറഞ്ഞിട്ട് നിർത്തണ്ടേ? ഇതിപ്പോ കാള പോലെ വളർന്നതൊന്നും ഞാൻ കരുതില്ല. നോക്കിക്കോ, ഇനി നിർത്തിയില്ലെങ്കിൽ 4നും നല്ല പെട കിട്ടും. അതിലിപ്പോ ഹോസ്പിറ്റലിൽ കിടന്നെന്നോ വീട്ടിലിരിക്കുന്നോ എന്നൊന്നും ഞാൻ നോക്കില്ല. ഈറനണിഞ്ഞ കണ്ണുകൾ മാറ്റി അവിടെ ദേഷ്യം കാണിച്ചുകൊണ്ട് ടീച്ചർ ഇത്തിരി ഒച്ചയിൽ പറഞ്ഞതും 3 കൂടി ടീച്ചറിനെ ഒരു നോട്ടം നോക്കി. എന്നെ നോക്കി ദഹിപ്പിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ? അതൊക്കെ വിട്, മോൾക്ക് എന്തു പറ്റിയത് അശോക? അതൊക്കെ പറയാം മാഷേ. അതിനു മുന്നേ എനിക്ക് ഈ 3 പേരോടും ഒരു കാര്യം ചോദിക്കാനുള്ളത്. അശോകൻ മാഷിനെ വിട്ട് കൂട്ടുകാരുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു. 3 പേരും എന്തിനാ എന്റെ മോളോട് പിണങ്ങിയേ? നേർത്ത പുഞ്ചിരിയോടെയാണ് അദ്ദേഹം അത് അവരോട് ചോദിച്ചത്. അത് അശോകൻ മാമേ, നൗഫി പകുതിയിൽ നിർത്തി. പറഞ്ഞോ, കേൾക്കട്ടെ. മഞ്ജുമ്മ. അതിന് നിങ്ങൾ 3 പേരും കൂട്ടുകൂടിയത് മഞ്ജുവിനോടല്ലല്ലോ, എന്റെ മോളോടല്ലേ. അപ്പൊ പിന്നെ അവൾ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു എന്ന് നിങ്ങൾ പരസ്പരം പിണങ്ങാൻ പാടുണ്ടോ? മാമ, അങ്ങനെ നിങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഒരുപോലെ പിണങ്ങിയത് കൊണ്ടല്ലേ എന്റെ മോള് കരഞ്ഞ് പനി പിടിച്ച് 2 ദിവസം ഹോസ്പിറ്റലായത്? അശോകൻ അരുമയോടെ ആമ്പലിനെ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം അവൾക്കടുത്ത് കരഞ്ഞുകൊണ്ട് നിന്ന 3 പേരെയും ഒപ്പം ചേർത്ത് പിടിച്ചു. കരയണ്ട, കൂട്ടുകാരാവുമ്പോ ഇണങ്ങുകയും പിണങ്ങുകയൊക്കെ ചെയ്യും. പക്ഷെ അതിനൊക്കെ കാര്യവും കാരണവും നിങ്ങൾ മാത്രമേ ആകാവൂ. അല്ലാതെ പുറത്തു നിന്നുള്ള ഒരാളും നിങ്ങളുടെ സൗഹൃദത്തിനിടയിൽ വരാൻ പാടില്ല. 4 പേരും തല ഉയർത്തി അദ്ദേഹത്തെ നോക്കി. കേട്ടോ? ഇനി ചോദിക്കാനും പറയാനുള്ള പരാതിയും പരിഭവങ്ങളും ഒക്കെ വേഗം തീർത്തോ. നിങ്ങളുടെ കൂട്ടുകാരിക്ക് ഒട്ടും വയ്യ. വീട്ടിൽ ചെന്ന് എന്തെങ്കിലും കഴിപ്പിച്ചിട്ട് വേണം മരുന്ന് കൊടുക്കാൻ. അശോകൻ 4നെ നോക്കി പറഞ്ഞതും നൗഫി നോക്കിയത് ടീച്ചറിനെയാണ്. ടീച്ചറെ, വിശക്കുന്നു, ചോറ് വേണം. പെട്ടെന്നുള്ള അവന്റെ ചോദ്യം കേട്ട് ടീച്ചർ ഒന്ന് അമ്പരന്നെങ്കിലും അടുത്ത നിമിഷം അവർ അടുക്കളയിലേക്ക് പാഞ്ഞു. നിമിഷ നേരം കൊണ്ട് ടീച്ചർ ചോറും കറികളും പാത്രത്തിലാക്കി ടേബിളിലേക്ക് കൊണ്ടുവന്നതും 3 പേരും കൂടി നിർബന്ധിച്ച് ആമ്പലിനെ നടുക്കോട്ട് പിടിച്ചിരുത്തി. ഇത്തിരി മാറി നിന്ന് അശോകനും മാഷും ടീച്ചറും പിന്നെ കാണുന്നത് വഴക്ക് പറഞ്ഞും കണ്ണുരുട്ടിയും പേടിപ്പിച്ചലും ആമ്പലിനെ ഒരുപോലെ വാരിക്കഴിപ്പിക്കുന്ന 3 പേരെയാണ്.